ന്യൂസ് മലയാളത്തിന്റെ ക്രോസ് ഫയറിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തത്സമയം. നേരത്തെ ഈ CPM അനുഭാവികൾക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന വിധത്തിൽ AK ബാലൻ വളരെ മികച്ച വാക്കുകളായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അതായത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ഇപ്പോൾ തോന്നുന്നുണ്ടാവില്ലേ? വ്യക്തിപരമായ പ്രശ്നമാണ്. ഒരു വ്യക്തിക്കല്ല ഇവിടെ പ്രധാനം, അവരുടെ നിലപാടിനാണ്. ആ അർത്ഥത്തിൽ ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അവിടത്തേക്ക്. എന്ന് വെച്ചാൽ പക്ഷേ ഈ വ്യക്തിപരമായിട്ട് സന്ദീപ് നല്ല ആളാണ് എന്ന് AK ബാലൻ പറഞ്ഞത് അവിടെ നിലനിൽക്കും. അതിൽ ഫാക്ടൊന്നും ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധവും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള പരസ്പര ബന്ധമല്ലല്ലോ രാഷ്ട്രീയത്തെ അളക്കുന്നത്. നിലപാടല്ലേ, രാഷ്ട്രീയമല്ലേ. ആ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു എന്നാണല്ലോ കാണേണ്ടത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ കോൺഗ്രസിന് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഭാവിയിൽ നമുക്ക് കാണാം. ഇതിപ്പോൾ പക്ഷേ ഇത് CPM വളരെ സജീവമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP എന്നൊരു പ്രധാനപ്പെട്ട നേതാവിനെ, സംസ്ഥാന സമിതി അംഗമാണല്ലോ, സാധാരണ പ്രവർത്തനമല്ല, അടർത്തിയെടുക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്തുടനെ കോൺഗ്രസ് വന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവർ വലിയ വിജയം നേടിയതാണ്. ഞങ്ങളങ്ങനെ ഒരു പ്രത്യേക ശ്രമമല്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഞങ്ങൾക്ക് ശ്രമമുള്ളൂ. അല്ലാണ്ട് ഞങ്ങളിങ്ങനെ ഓരോരാളെ പിടിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അവർ നിലപാട്, അതായത് സന്ദീപ് വാര്യർ കുറച്ചു കാലമായിട്ട് BJP-യുമായിട്ട് പല കാരണങ്ങളിലും തെറ്റി നിൽക്കുന്നുവെന്ന് പരസ്യമായിട്ട് തന്നെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പല ചിന്തയുണ്ടായിട്ടുണ്ടാവാം. അതിലൊന്നായിരിക്കും ഞങ്ങളുമായിട്ട് സഹകരിച്ചാൽ എന്താണ് എന്നുള്ള ധാരണ. ഞങ്ങൾ ആദ്യം മുതലേ എടുത്തത്, ഞാൻ തന്നെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് പറഞ്ഞിരുന്നു. നിലപാടാണ് പ്രശ്നം. സരിൻ്റെ കാര്യത്തിൽ ഞങ്ങളതാണല്ലോ എടുത്തത്. ഇടതുപക്ഷത്തിലേക്ക് അദ്ദേഹം വരാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ സരിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് വരാൻ സന്ദീപ് വാര്യർ തയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലപാടിൻ്റെ പ്രശ്നം വർഗീയതക്കെതിരായി, ജനാധിപത്യ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, അതുപോലെ ഫെഡറൽ സംവിധാനത്തിന് വേണ്ടി ഒക്കെ നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എങ്കിൽ മാത്രമേ CPM-നെ ആശ്രയിക്കാനാവൂ. എന്ന് വെച്ചാൽ പക്ഷേ ഇങ്ങനെയും കാണാമല്ലോ. അതായത് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് സംസ്ഥാന സമിതി അംഗം വരുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരിക്കാനാകുന്ന വലിയ പാർട്ടി കോൺഗ്രസ്സാണ് എന്നുകൂടിയല്ലേ ജനം അതിനൊന്ന് മനസ്സിലാക്കുക. CPM-ലേക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നായിരിക്കില്ലേ? അതിപ്പോഴ് സിലോണിൻ്റെ അനുഭവമാണ്. എത്ര സീറ്റ് നോക്കിയിട്ടല്ലല്ലോ ഒരു രാജ്യം തന്നെ ഒരു നിലപാടിനെ അംഗീകരിച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 3-2 ഭാഗം ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം വന്നതെങ്ങനെയാണ്? 4 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ മുമ്പ്. എന്നിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. കമ്മ്യൂണിസ്റ്റുകാരല്ലേ. ആ ഒരു ആശയ തരംഗത്തിന് വലിയ സ്വീകാര്യത കിട്ടി. പാർലമെൻറ്റിൽ ഒന്നുമല്ലാതിരുന്നവർക്ക് വലിയ രീതിയിൽ ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇവിടെ ആശയവും നിലപാടും ഒക്കെ വളരെ പ്രധാനമാണ്. അതിലിപ്പോൾ തൽക്കാലം ഇത്ര സീറ്റാണോ അത്ര സീറ്റാണോ നോക്കിയിട്ടല്ല. ഭാവി നിർണ്ണയിക്കുന്നത് ഇടതുപക്ഷമാണ്, സോഷ്യലിസമാണ്, അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇതിൽ പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒന്നുകൂടെ രാഷ്ട്രീയമായിട്ട് ദേശീയ തലത്തിൽ രാഷ്ട്രീയം ചിന്തിച്ചാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും എല്ലാം. BJP-യുടെ വലിയ ശക്തനായിട്ടൊരു വക്താവായിരുന്നു ഈ സന്ദീപ് വാര്യർ. അതികർക്കശമായിട്ടുള്ള ഒരു മുസ്ലിം വിരോധം എന്ന് കാണുന്ന അത്രയ്ക്ക് ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ആ നേതാവ് കോൺഗ്രസിനെ സെലക്ട് ചെയ്യുമ്പോൾ മതേതര രാഷ്ട്രീയത്തെ സെലക്ട് ചെയ്യുന്നുള്ളൊരു പോസിറ്റീവ് കാര്യം CPM-കാർ കാണുന്നുണ്ടോ? അല്ല, വർഗീയതയിൽ നിന്ന് കുതിരിച്ചാടി മുന്നോട്ടേക്ക് പോയി എന്നുള്ളത് സത്യം. അത്രത്തോളം നല്ലത് അതാണ്. വർഗീയതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം വേണം എന്ന് പറയുന്ന BJP-യിൽ നിന്നും കുതിരിച്ചാടി പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അത്രയും നേട്ടം തന്നെയാണ്. എന്നാൽ എത്തിച്ചേർന്നത് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒപ്പമാണ് എന്നുള്ള പരിമിതിയാണ്. ഇതിപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാഷെ അവർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണോ അത്? പ്രത്യേകിച്ചും ഈ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു മണ്ഡലമാണല്ലോ ഇത്. അപ്പോൾ അവിടെ BJP-യുടെ ഒരു സംസ്ഥാന സമിതി അംഗം അപ്പുറത്തേക്ക് പോകുന്നു വെച്ചോ അവർ ജയിക്കുന്നു എന്നുള്ളൊരു തെളിവായിട്ട് കാണില്ലേ കോൺഗ്രസിൻ്റെ അനുകൂല നിലപാടുള്ള ആളുകളൊക്കെ? BJP കൂടുതൽ ദുർബലാകുകയാണ് ചെയ്യുക. BJP 3ാം സ്ഥാനത്താണ് ഇപ്പം തന്നെയുള്ളത്, 2ാം സ്ഥാനത്തൊന്നുമല്ല. അപ്പോൾ BJP അതിനേക്കാൾ കൂടുതൽ ദുർബലമാകുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് സത്യം. കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. LDF വളരെ ബഹുദൂരം മുന്നിലാണ്. ഞങ്ങൾ നല്ല രീതിയിൽ ഈ നിയോജകമണ്ഡലത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ആ തരത്തിലുള്ള ഇപ്പോൾ സരിൻ 2 പ്രധാനപ്പെട്ട പാർട്ടി മാറ്റങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ സംസാരിക്കാൻ പറയായിരുന്നു, ഇത്രക്ക് സംഭവബഹുലമായിട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഒരാൾ സരിൻ ഇങ്ങോട്ട് വന്നിട്ടാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് ഷാനിബ് എന്ന് പറയുന്ന ഒരു നേതാവ് അങ്ങോട്ടേക്ക് വന്നു, CPM-ലേക്ക് വന്നു. ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലെ പ്രധാനമായിട്ടും കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരാൾ BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടി മാറ്റങ്ങളിൽ ഗുണപരമായ കാര്യം CPM-ന് കിട്ടുമെന്നാണ് മാഷ് വിചാരിക്കുന്നത്, അല്ലേ? കോൺഗ്രസിനല്ല. ഞങ്ങൾ ആൾ മാറുന്നതിനെ പറ്റിയല്ല ഞാനിവിടെ ചർച്ച ചെയ്തത്. ഞാൻ നിലപാട് സംബന്ധിച്ചാണ്. ഒരു ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കാൻ സരിൻ തയ്യാറായി മുന്നോട്ടേക്ക് വന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ നാട്ടായിരിക്കും. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് തികഞ്ഞ തീവ്രവാദ വർഗീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വക്താവായിരുന്നു അദ്ദേഹം. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു, ചേക്കേറിയിരിക്കുന്നു. അതിലപ്പുറം പോലെ ഒന്നും അതിൽ കാണാനില്ല. പക്ഷേ ഇതൊക്കെ ഈ മുതിർന്ന ഇപ്പം നിലപാട് മാറുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വലിയ മുതിർന്ന മനുഷ്യരല്ലേ? ഇപ്പം സരിൻ അങ്ങോട്ടേക്ക് മാറിയാൽ ഉടനെ ഇപ്പോൾ അദ്ദേഹം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് വന്നത്, മത്സരിക്കാനാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ മാഷ് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയായിരിക്കും? അതിന് കാര്യമില്ല. മത്സരിക്കാൻ വന്നതിലൂടെ ഉടനെ ആരെങ്കിലും മത്സരിപ്പിക്കാൻ വിടുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സരിനെ ഇരുത്തി തന്നെ ഞാൻ കൺവെൻഷനുകൾക്കാണ് ഇതുകൊണ്ട് സംസാരിച്ചു. സരിൻ കഴിഞ്ഞ 8 വർഷക്കാലം കോൺഗ്രസിൻ്റെ വക്താവായി അവിടെ ന്യൂ മീഡിയ സംവിധാനത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ രാഷ്ട്രീയമായി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളൊരു തീരുമാനമുണ്ടായാൽ CPM-ന് അതിനെ പിന്തുണക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്നാണ് രാഷ്ട്രീയമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് രാഷ്ട്രീയം. ഇതിനു മുമ്പ് മാഷേ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം വ്യാജ വോട്ടർ വിഷയമാണ്. CPM-ആണ് എടുത്ത് മുന്നോട്ട് വെച്ച. ജില്ലാ സെക്രട്ടറിയാണ് ഈ കാര്യം ആദ്യം പറഞ്ഞത്. പക്ഷേ അവർ തിരിച്ചിട്ട് VD സതീശൻ പറഞ്ഞ നിങ്ങൾ ഒരു വിരൽ എൻ്റെ നേരെ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ ബാക്കി വിരലുകളൊക്കെ നിങ്ങൾക്ക് നേരെ ചൂണ്ടുന്നതെന്നാണ്. എന്നിട്ട് അദ്ദേഹം സരിൻ്റെ കാര്യവും പറഞ്ഞു. സരിന് BJP-ക്കെതിരായിട്ട് UDF മിണ്ടാൻ തയ്യാറില്ല. BJP-യും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് ഇവിടെ വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവർ. സ്വാഭാവികമായിട്ടും അത് BJP ആണെന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല, കോൺഗ്രസ്. ഞങ്ങൾ കോൺഗ്രസിനെയും BJP-യെയും ഒരേപോലെ തന്നെയാണ് അതിൽ കണ്ടിട്ടുള്ളത്. അപ്പോഴൊരു ന്യായം കണ്ടെത്താനാണ് സരിൻ്റെയും ഭാര്യയുടെയും പേര് പറഞ്ഞത്. അത് അവർ തന്നെ പത്രസമ്മേളനം പിടിച്ചിട്ട് സ്വന്തം വീട്ടിൻ്റെ മുമ്പ് തന്നെ അവരത് കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് അസംബന്ധവും പറയാൻ VD സതീശന് വിഷമമില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് വേദിയിലുണ്ടായ മറ്റൊരു പ്രശ്നം നമ്മുടെ ട്രോളി വിവാദമാണ്. സത്യത്തിൽ CPM അതിൽ എവിടെയും തോറ്റു, തിരിച്ചടിച്ചു CPM-ന് എന്നാണ് പൊതുവിലെ ആൾക്കാർ പറയുന്നത്. പൊതുവിലെ ആൾക്കാരൊന്നും പറയുന്നില്ല. എങ്ങനെയാണ് പൊതുവിലെ ആൾക്കാർ പറയാം? മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ്, മാധ്യമങ്ങളല്ലേ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ശരി, നിങ്ങൾക്കതേ പറയാൻ സാധിക്കുള്ളൂ. ഞങ്ങൾക്കത് സംബന്ധിച്ചിടത്തോളം കൃത്യമായ ധാരണയുണ്ട്. രാഹുൽ മാക്കൊണ്ടുന്നത് തട്ടിപ്പിൻ്റെ ആളാണ്. അങ്ങനെയാണ് പ്രസിഡന്റ് തന്നെ ആയത് യൂത്ത് കോൺഗ്രസിൻ്റെ. ഐഡൻറ്റിറ്റി കാർഡൊക്കെ കൃത്യമായി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ആ ഉണ്ടാക്കിയിട്ടുള്ള ആൾ തന്നെയാണ് ഫെന്നി. അദ്ദേഹമാണ് ബാഗും കൊണ്ട് പുറപ്പെട്ടിട്ടുള്ളത്. ആ ബാഗിൻ്റെ കളി മുഴുവൻ ആളുകൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് എൻ്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ വസ്ത്രം പക്ഷേ എടുക്കാണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കാറിൽ പോയത്. ഇതെല്ലാം ജനങ്ങൾ കണ്ടതല്ലേ? തട്ടിപ്പാണ്. അത് കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ജനങ്ങൾക്ക്. പക്ഷേ ഈ പറയുന്ന പണം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ പോലീസിന് പിടിക്കാൻ പറ്റേണ്ട പണം അവർ രാത്രി സ്ത്രീകളെയൊക്കെ ഇറക്കിയിട്ട് മുമ്പ് തന്നെ പോയല്ലോ, സ്ഥലം വിട്ട് പോയില്ലേ? പിന്നെ അത് ചീറ്റിപ്പോയി എന്നല്ല അതിനർത്ഥം. എങ്ങനെ ചീറ്റി പോകുന്നത്? ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം ഇല്ലാണ്ടാവുമോ? പിടിച്ചില്ല എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? പണം പിടിക്കപ്പെട്ടില്ല എന്നുള്ളത് വേണമെന്ന് പറയാം. ഞങ്ങൾ നടത്തിയ കള്ളത്തരം പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കള്ളത്തരം നടന്നു എന്നുള്ളത് ഉറപ്പാണ്. പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാട്ടുകാർക്കും ബോധ്യപ്പെടില്ലല്ലോ അത് കള്ളത്തരാണ്. നിങ്ങൾക്ക് കുറച്ചാൾക്ക് ബോധ്യപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാട്ടുകാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. അല്ല, ഇതൊക്കെ ശരിക്കും CPM-ന് ഗുണമാണ് ചെയ്യുക. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യമാണെങ്കിൽ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ എടുത്ത നിലപാടുകളെല്ലാം ഞങ്ങൾക്കുണ്ടായ ഒരേ ഒരു ഗുണം ഇത് ഒരു തരം കൂളസംഘമായിട്ട് എന്തും കളിക്കാൻ തയ്യാറുള്ള ഒരു സെറ്റാണെന്നാണ്. അതിൻ്റെ നേതാവാണ് രാഹുൽ എന്ന് ഒരു പൊതുബോധം ഈ മണ്ഡലത്തിൽ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അവർ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരാത്മവിശ്വാസത്തിന് വേറെ കുഴപ്പമില്ല. നോക്കുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആത്മവിശ്വാസത്തോടുകൂടി പറയില്ലാണ്ട് വേറെ എന്താ വഴി? അവർ ത്രികോണ മത്സരം സമ്മതിക്കാൻ പോലും തയ്യാറല്ല മാഷേ. അതായത് നിങ്ങൾ 3-ാം സ്ഥാനത്താണെന്നാണ്. മത്സരത്തിലില്ല. എല്ലാവരുമല്ല, ചില ആളുകൾ കോൺഗ്രസ് തന്നെ ചില ആളുകൾക്ക് ഇത് രണ്ടാൾ തമ്മിലുള്ള മത്സരമാണ്. ശക്തിയായ മത്സരമാണ്. UDF-ഉം LDF എന്ന് പറയുന്നുണ്ട്. ചിലർ LDF ഏടി സ്ഥാനത്തേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ തട്ടിപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തട്ടിപ്പൊന്നും ഇപ്രാവശ്യം നടക്കാൻ പോകുന്നില്ല. ഇപ്രാവശ്യം ശാക്തമത്തായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതൽ സരിൻ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രഖ്യാപനം വന്ന ആ നിമിഷം മുതൽ അടിച്ചു കയറിയിട്ടുള്ളതാണ്. ആ കയറ്റം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ K മുരളീധരൻ മാഷ് ഇപ്പോൾ ചില ആളുകൾക്ക് എതിരഭിപ്രായം അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. K മുരളീധരൻ അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പരസ്യമായി പറഞ്ഞല്ലോ, സരിനെ പറ്റി പറഞ്ഞല്ലോ. അത് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ.
മുരളീധരൻ CPM-നോട് അടുക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് കടന്ന വർത്തമാനമാണത്. പക്ഷേ എന്നാലും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് AK ബാലൻ പറഞ്ഞിട്ട് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നല്ലാതെ മുരളീധരനൊക്കെ ആ നിലക്കുള്ളൊരു വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടോ ആ പാർട്ടിയോട്? എനിക്കത് സംബന്ധിച്ച് അറിയില്ല. പുറത്ത് കേൾക്കുന്ന വിവരങ്ങൾ വലിയ അഭിപ്രായമായിട്ട് അതുകൊണ്ട് തന്നെയാണ്. കാരണം കോൺഗ്രസ് തന്നെയാണല്ലോ തൃശ്ശൂർ കൊണ്ടുപോയിട്ട് തോൽപ്പിച്ചത്. വടകരയിൽ ജയിച്ചു നിന്ന ഒരു MPയെ കൊണ്ടുപോയിട്ട് തൃശ്ശൂർ നിർത്തി. എന്നിട്ട് കോൺഗ്രസ്സുകാരെല്ലാം 86,000 വോട്ട് BJPക്ക് നൽകി. അങ്ങനെ BJP 74,000 വോട്ടിന് ജയിക്കുന്ന അവസ്ഥയുണ്ടായത് കോൺഗ്രസിൻ്റെ തന്നെ കൃത്യമായ നിലപാടിൻ്റെ ഫലമായിട്ടാണെന്ന് ആരെക്കാളും നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്കെല്ലാം മുരളീധരൻ. സംശയമില്ല. പാർട്ടിയോട് പൂർണ്ണമായിട്ടും അല്ല കോൺഗ്രസിനോട് അകലാനൊക്കെ ഇടേണ്ടെന്നാണോ CPM-ൻ്റെ വിചാരം? ഞാൻ അത് സംബന്ധിച്ച് അതിലും എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്നുള്ളതാണ്. അല്ലാണ്ട് ഇയാൾ വരും, മുരളി ഒരു വേറെ ആരെങ്കിലും വരും എന്നുള്ളതല്ല. നിലപാടെന്താണെന്ന് വ്യക്തമാക്കി ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ സംവിധാനത്തെയും ഫെഡറൽ സംവിധാനത്തെയും ഒക്കെ അംഗീകരിക്കുന്ന വിപുലമായ ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രയാസമില്ല. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇപ്പോൾ പാലക്കാട് നിന്ന് കുറേ പേര് വന്നു. ചെറിയ നേതാക്കളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും വന്നു, ഒരുപാട് ആളുകൾ വന്നു. കൂടുതൽ പേരെ സത്യത്തിൽ CPM പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? അല്ല, ഇനിയും കൂടുതൽ ആളുകൾ വരും. അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വരും. ഈ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിലും വലിയ മാറ്റം കേരളത്തിലുടനീളം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് പാലക്കാട് ഉണ്ടാക്കാൻ കഴിയും. മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ നമ്മുടെ മുനമ്പത്തെ വിഷയം തുടങ്ങിയിടത്തല്ല ഇപ്പോൾ നിൽക്കുന്ന ഒരുപാട് വലുതായി. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വേദിയിലൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. BJP പ്രധാനമായിട്ടും അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിട്ട് പൊതുവേദികളിലും പറയുന്നുണ്ട്, അവരവരുടെ വീട് കയറിയുള്ള കാര്യത്തിലും പറയുന്നുണ്ട്. മുനമ്പത്ത് CPM-ൻ്റെയും പഴയ സർക്കാരുകളുടെയൊക്കെ ഒരു കുഴപ്പമാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയത്, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് അവർ പറയുന്നത്. എന്താ എൻ്റെ വസ്തുത? ഞങ്ങൾക്കതിലൊരു പങ്കുമില്ല. വഖഫ് ഭൂമിയാണെന്നുള്ള അതിന് ഭാഗമായിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെയാണ് പോയത്. ഞങ്ങളതിലെടുത്ത ഒറ്റ നിലപാടേ ഉള്ളൂ. ഏത് ഭൂമിയായാലും അവിടെ താമസിക്കുന്നവരുണ്ടല്ലോ, അവരെ ഒഴിപ്പിക്കാൻ പാടില്ല. ആ ഒഴിപ്പിക്കുന്ന നിലപാടിനോട് ഞങ്ങളൊരിക്കലും യോജിച്ചിട്ടില്ല, ഇനിയും യോജിക്കൂല. അത്രയേ ഉള്ളൂ. പക്ഷേ ഈ കര അടക്കലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇടത് സർക്കാരല്ലേ? അവിടെ കര അടക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ഇടത് സർക്കാരല്ലേ? കര അടക്കാൻ വേണ്ടി സമ്മതിച്ചു. അപ്പോഴും ചില ആളുകൾ കോടതിയിൽ പോയിട്ട് കോടതിയാണ് ഇടപെട്ടത്. കരമടക്കുന്നതിലും അവരുടെ നിലവിലുള്ള ആളുകളുടെ താമസം അതിൻ്റെ സൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിലും ഞങ്ങൾക്ക് യോജിപ്പില്ല. അടക്കാം എന്ന നിലപാടിനാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇതിപ്പോൾ BJP-യുടെ നിലപാട് വഖഫ് ബോർഡ് എന്നുള്ളൊരു ലാൻഡ് മാഫിയായി മാറി എന്നാണ്. അതായത് വഖഫ് ബോർഡ് എന്ന സംവിധാനം തന്നെ കുറച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലേക്ക് ഭൂമി പിടിക്കാൻ പോകുന്നു എന്നുള്ള അഭിപ്രായം ഇടതുപക്ഷം യോജിക്കുമോ? അല്ലേ, അവിടെ വഖഫ് ബോർഡിൻ്റെതാണോ അല്ലയോ എന്നുള്ളതിൽ കോടതിയുടെ പ്രശ്നമാണ്. അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിച്ചോട്ടെ. ഞാനതിലെടുക്കുന്നത് അവിടെയുള്ള താമസിക്കുന്ന മനുഷ്യർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം വേണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അത് വഖഫ് ബോർഡിൻ്റെ നിലപാടിനെതിരായിരിക്കും. ഏത് നിലപാടിനെതിരായാലും അങ്ങനെയാണ്. അത് എവിടെ നിന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കിയത് അവരെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാ കാലത്തും ഇടപെട്ടില്ല, AKG മുതൽ. ഇതിനകത്ത് വഖഫ് ഭേദഗതി ബില്ലുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ളത്. കർണാടകയിലും സമാനമായിട്ടുള്ള വഖഫ് ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ BJP വലിയ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. കേരളത്തിലിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കിയിട്ട് BJP ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിനോട് അങ്ങനെ മത്സരിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് പക്ഷേ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു നിലപാട് കൃത്യമായിട്ട് രൂപീകരിക്കേണ്ടി വരില്ല. ഇപ്പം ഇന്നത്തെ നിയമവ്യവസ്ഥ തന്നെ കൃത്യമായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അത് ഉപയോഗിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. അതിൽ ഗവൺമെൻറ് ഇടപെടേണ്ട സ്ഥലത്ത് ഗവൺമെൻറ് ഇടപെടണം. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്, ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉള്ളത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന രണ്ട് ഭാഗത്തു നിൽക്കുന്ന സമീപനങ്ങളാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ശരി മാഷ്, നമുക്ക് ആ വിഷയത്തിൽ പോയാൽ EP ജയരാജൻ ജയരാജൻ്റെ വിഷയത്തിൽ മാഷ് ഒരുപാട് തവണ സംസാരിച്ചാണ്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പ്രകാശ് ജാവ്ദേക്കർ വിഷയമുണ്ടായി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ ഇതുണ്ടായി. EP ജയരാജൻ ഈ തുടരെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഒരു ആലോചന ഉണ്ടാവില്ലേ പാർട്ടിക്ക്? ഞങ്ങളിതൊന്നും പ്രതിസന്ധിയിലാക്കുന്നൊന്നുമല്ല. ഒരു വാർത്ത വന്ന ഉടനെ പ്രതിസന്ധിയാകുമ്പോൾ പിന്നെ പാർട്ടി ഉണ്ടാവുമോ? പണ്ടാരെ പറഞ്ഞ് തുമ്പിയാ തെറിക്കുന്നതാണ് മൂക്കെങ്കിൽ പിന്നെ ആ മൂക്ക് കൊണ്ട് വല്ല കാര്യമുണ്ട്. അത് പോയിക്കോട്ടെ ഒക്കെ അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിൽ പ്രതിസന്ധിയുടെ കാര്യമില്ല. ഇത് ജയരാജൻ തന്നെ കൃത്യമായി പറഞ്ഞു, ഞാനിങ്ങനെയൊന്നും എഴുതിയിട്ടില്ല,
എഴുതാതെ കാര്യം പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നു, തീയതി അവർ പ്രഖ്യാപിക്കുന്നു, എഴുതിയ ആൾ അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് സംഭവം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കട്ടെ. കൃത്യമായിട്ടുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വിവരങ്ങൾ ഉണ്ടാവട്ടെ. മാഷി പുറത്തു വന്ന PDF വായിച്ചോ? വായിച്ചില്ല, ഞാൻ കണ്ടു. മുഴുവൻ പേജും വായിച്ചില്ല, കുറച്ച് വായിച്ചു. അല്ല, പ്രധാനപ്പെട്ട നിങ്ങൾ തന്നെ വായിച്ചു കൊടുത്തല്ലോ അല്ലേ? അല്ല, അപ്പം മാഷക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. മാഷക്ക് ശരിക്കും ഇത് ജയരാജൻ എഴുതിയതല്ല, അല്ല ജയരാജൻ്റെ പുസ്തകമല്ല എന്ന തോന്നലാണ് ഉണ്ടായത്. അല്ല, ജയരാജൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ എഴുതിയതല്ല ഇക്കാര്യം. ജയരാജൻ പറഞ്ഞതിനെ കുറിച്ചല്ല മാഷ തോന്നൽ. അല്ലല്ല, അതിപ്പോൾ ഞാൻ അതെങ്ങനെയാണ് പറയാം? ഭാഷാശൈലി വെച്ചില്ല, ഭാഷാശൈലിയും ഉണ്ടോ അല്ലെങ്കിൽ പദപ്രയോഗമുണ്ടോ? എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇപ്പം ജയരാജൻ പറയുന്ന അദ്ദേഹത്തിന് ഞാൻ പറയുന്നു, ഞാൻ എഴുതിയതല്ല, ഞാൻ കൊടുത്തതല്ല, ഞാൻ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യം സംബന്ധിച്ച് പിന്നെ അതിൻ്റെ മേലെ കാര്യമായിട്ട് അഭിപ്രായം പറയേണ്ടത് കാര്യമുള്ളത്. ഞങ്ങൾ ജയരാജനെ വിശ്വസിച്ച്, ജയരാജൻ പറയുന്നത് വിശ്വസിച്ച് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ഇത് വലിയ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനെ കൃത്യമായിട്ട് കണ്ടെത്താൻ ആവശ്യമായ DGPക്ക് അദ്ദേഹം തന്നെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന പുസ്തകത്തിൽ പ്രധാനപ്പെട്ട പരാമർശങ്ങളൊന്ന് മാധ്യമങ്ങളിൽ വന്നത് രണ്ടാം പിണറായി സർക്കാർ വേണ്ടത്ര നന്നായില്ല എന്നാണ്. ആ അഭിപ്രായം EP ജയരാജൻ ഉണ്ടായിരിക്കും എന്ന് താങ്കൾ വിചാരിക്കണ്ട? ആ അഭിപ്രായം ജയരാജൻ ഇല്ലാന്ന് ജയരാജൻ തന്നെ പറഞ്ഞു. മൂപ്പരുടെ പ്രശ്നമായപ്പോൾ തിരുത്തിയായിരിക്കില്ലേ? പ്രശ്നമായപ്പോൾ തിരുത്തിയായിരിക്കില്ലേ? പ്രശ്നമായപ്പോൾ തിരുത്തിൻ്റെ പ്രശ്നമായാലും പ്രശ്നം അല്ലെങ്കിലും കൃത്യമായിട്ട് വസ്തുതാപരമായിട്ട് എന്താണ് എന്നുള്ളത് പരിശോധിച്ചാൽ ഇല്ലാതെ വ്യക്തമല്ലേ? ഇതിപ്പോൾ ഇതിപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന് അത്ര നന്നായില്ല എന്നൊരു അഭിപ്രായം പാർട്ടിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത മാഷ് കാണുന്നുണ്ടോ? നല്ല അഭിപ്രായമാണ് ഒന്നാമത്തെ ഗവൺമെൻറ്റിനും രണ്ടാമത്തെ ഗവൺമെൻറ്റിനും. ഇനി മൂന്നാമത്തെ ഗവൺമെൻറ് വരുമ്പോഴും അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ രണ്ടിലും അവസാനിക്കുന്നതായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് പറഞ്ഞത്. മൂന്നാം സർക്കാർ വരുന്നതാണ്. ആര് വരാനേ ഇവിടെ കോൺഗ്രസ്സോ? കോൺഗ്രസ് ഭയങ്കര 6 മുഖ്യമന്ത്രിമാരാണ്. ഇന്നിപ്പോൾ അൻവർ ഇവിടെ നേരത്തെ 10 നമ്മൾ നടത്തി പറഞ്ഞല്ലോ. ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ട് കാര്യം 16 എണ്ണം ഇവിടെ കളിക്കുന്നത്. അല്ല, പക്ഷേ കോൺഗ്രസ് പക്ഷേ അതിനകത്ത് ഇവിടെയും ചേലക്കരയിലൊക്കെ കാണാവുന്നൊരു ദൃശ്യം, കോൺഗ്രസ്സുകാർ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത വിധം ഒന്നിച്ച് നിന്നിട്ടാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടൊന്നും ജയിക്കുമല്ലോ. അത് എന്താ ജയിക്കേണ്ടത്? ഇമാതിരിയുള്ള ഇവിടുത്തെ കളി പോലുള്ള കളി കളിച്ചാൽ എവിടെയെങ്കിലും ജയിക്കുമോ? ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിക്കുമോ കോൺഗ്രസ്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി. പക്ഷേ ഷാഫി അദ്ദേഹത്തോടൊപ്പം മുഴുവൻ നേരമുണ്ട്. ഒരു സഹോദരനെ കൊണ്ടു നടക്കുന്ന പോലെയാണ് ഷാഫി കൊണ്ടു നടന്ന് ജയിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് രണ്ടാളും ഇവിടെ ഈ സ്വീകാര്യനില്ലാതായി. രണ്ടാളും ഈ മണ്ഡലത്തിൽ എങ്കിലും ഈ മണ്ഡലത്തിലെങ്കിലും രണ്ടാളും ജനങ്ങളുടെ സ്വീകാര്യത ഇല്ലാതാകാൻ സ്ഥിതിയിലേക്ക് എത്തിച്ചു. അത്രയേ ഉള്ളൂ. BJPയുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും കൂടുതൽ അടിയിലൂടെ ജോലി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഉള്ളിൽ ചെന്ന് കടന്നു ചെന്ന് വോട്ട് ചോദിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഇരിക്കുന്നത് BJPയിലാണ് എന്നാണ് BJPക്കാർ പറയുന്നത്. ഉറപ്പായിട്ട് വിജയം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്താണെന്ന കാര്യം മാഷ് മറക്കരുത്. BJP ഇപ്പോഴല്ല, കുറേ ദിവസങ്ങളായിട്ട് 3ാം സ്ഥാനത്താണ്. BJPയെ പറ്റി പറയുക വേണ്ട. BJPക്ക് ഒരു സാധ്യതയില്ല ഈ മണ്ഡലത്തിൽ. വയനാട്ടിൽ ഇത് വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞു, പോളിംഗ് ശതമാനം കുറഞ്ഞു. അത് CPM വോട്ട് ചെയ്യാഞ്ഞിട്ടാണെന്ന് ആൾക്കാർ പറയുന്നത്. CPIക്ക് വേണ്ടിയിട്ട് വലിയ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല CPM-നെന്ന്. നല്ല വർക്ക് നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ വോട്ട് ജയിപ്പിക്കാനുള്ള പണി നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടാണ് വലിയ രീതിയിൽ കുറഞ്ഞത്. അതാണ് KC വേണുഗോപാലൻ പറഞ്ഞത്. ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കാൻ ആവശ്യമായ രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അത് പരിശോധിച്ചോട്ടെ. അപ്പോൾ ചേലക്കരയിലും പാലക്കാടും വലിയ വിജയം ഉണ്ടാകുന്നതാണ്. ചേലക്കരയിൽ വമ്പിച്ച രീതിയിലുള്ള മുന്നോട്ടുള്ള കുതിപ്പാണ്. അതേപോലെ തന്നെ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന പാലക്കാട് നല്ല രീതിയിലുള്ള വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സംശയവും വേണ്ട. നന്ദി മാഷേ, വളരെ നന്ദി. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായി പോകണം. അപ്പം ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി.